ഹോം ഈസ് ഹെവൻ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ വീടൊരു സ്വർഗമാണെന്ന്? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീടൊരു സ്വർഗമാണ്. കാരണം ഞാൻ, എൻ്റെ പപ്പ, അമ്മ, അനിയത്തി, ഞങ്ങളടങ്ങിയ ഒരു ചെറിയൊരു ഫാമിലി. ആൻഡ് ഇറ്റ്സ് മേക്ക് മീ വെരി 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 കംഫർട്ടബിൾ ആൻഡ് സേഫസ്റ്റ്. എനിക്ക് എവിടെ പോയാലും എനിക്ക് പെട്ടെന്ന് തിരിച്ചെത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അതെൻ്റെ വീടാണ്. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. തിരിച്ച് നമുക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ വീട്ടിലെ ഫുഡ്, വീട്ടുകാർ, അങ്ങനെ. ഞാൻ പറഞ്ഞിട്ട് എല്ലാത്തിനും കുറ്റം പറയും. എന്ത് ഫുഡ് വെച്ചാലും ഞാൻ കുറ്റം പറയും. ഇനിപ്പില്ല, ഇനിയില്ല, ഇതില്ല എന്നൊക്കെ. ബട്ട് ഞാൻ എന്ന് ഹോസ്റ്റലിൽ ചെന്നു അപ്പം എൻ്റെ ആ ഒരു ഇതൊക്കെ മാറി. എൻ്റെ അമ്മ വെച്ച ഫുഡ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോഴും ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അമ്മ വിചാരിക്കും അവളുടെ അഹങ്കാരം കാരണം കൊണ്ട് ഹോസ്റ്റലിൽ പോയതല്ലേ ഇത്. ശരിയാണ്, ഞാനായിട്ട് ഹോസ്റ്റലിലേക്ക് വന്നതാണ്. എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വീട്. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ടൈമൊന്നും ഒരിക്കലും വേസ്റ്റ് ആയിരിക്കില്ല. അതെല്ലാം നമുക്ക് ഒരു പ്രീഷ്യസ് ആയിട്ടുള്ളൊരു, എന്താ പറയുക, പ്രീഷ്യസ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവരോട് സംസാരിച്ച് നമ്മുടെ അന്നത്തെ വിശേഷങ്ങൾ അവരോട് ഷെയർ ചെയ്ത്, അവരുടെ അന്നത്തെ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്ത്, ഇനി അവരുടെ അന്നത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ പോലും അവരുടെ ചെറുപ്പത്തിലെ കാര്യം, അവരുടെ പഴയ കാര്യം, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്ത കാര്യം എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ കേൾക്കുക. ഭയങ്കര എന്താ പറയുക, ചില സമയങ്ങളിൽ നമുക്ക് അപ്പം ഇങ്ങനെ ഇതൊക്കെ ഇപ്പോൾ നമ്മളെന്താ കേട്ടിട്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് നമ്മൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ചില സമയം നമ്മൾ സ്റ്റക്കാവുമ്പോൾ അവരന്ന് പറഞ്ഞ പല വാക്കുകളും നമുക്ക് പ്രയോജനപ്പെടും. അത് ഉറപ്പായിട്ടും പെടും. കാരണം പേരൻസ് നമ്മളെക്കാൾ ഒരുപാട് ലൈഫ് കണ്ടവരാണല്ലോ. അപ്പം അവരതിൽ നിന്നായിരിക്കും നമുക്കൊരു കാര്യം പറഞ്ഞു തരിക, അല്ലെങ്കിൽ പറയുക. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ എപ്പോഴെങ്കിലും, നമുക്കൊന്നും അങ്ങനത്തെ സിറ്റുവേഷൻ വരില്ല എന്ന് പറഞ്ഞാൽ പോലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റക്കാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരന്ന് പറഞ്ഞ കാര്യം നമ്മുടെ മൈൻഡിലേക്ക് വരികയും നമ്മൾ ആ സ്റ്റക്കിൽ നിന്ന് മൂവ് ഓണായി പോവുകയും ചെയ്യും. അപ്പം നമ്മൾ വീട്ടുകാരായിട്ട് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീടൊരു സ്വർഗ്ഗമായിട്ട് മാറും. എൻ്റെ വീട് അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളെല്ലാ ദിവസവും സംസാരിക്കും. അപ്പോൾ എന്നെ ഒരു ദിവസം എൻ്റെ ഹോസ്റ്റലിൽ എന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. വീട്ടിൽ നിന്ന് എന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. കാരണം എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ കുറേ നേരം സംസാരിക്കും. ഇപ്പം നൈറ്റ് വിളിക്കണ ഒരുപാട് നേരം സംസാരിക്കും. പക്ഷേ എന്താ പറയുള്ളൂ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറഞ്ഞതിന് തന്നെ പിന്നെ പറയും. ബട്ട് ഒരു രസമാണ് അങ്ങനെ സംസാരിക്കുമ്പോഴാണെങ്കിലും. നമുക്ക് മൈൻഡൊക്കെ ഒരു ചില സമയങ്ങളിലൊക്കെ നമുക്ക് മൈൻഡൊക്കെ ഒരു സമാധാനം കിട്ടും. ഞാൻ പറയട്ടെ, എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ വീട്ടിൽ തന്നെ എപ്പോഴും നിന്നിട്ട് എന്തിനാ പുറത്തോട്ടൊക്കെ പുറത്ത് പോകണം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അല്ല, എവിടെ പോയാലും തിരിച്ചെത്തുന്ന സ്ഥലമാണ് കംഫർട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട് തന്നെയാണ് കംഫർട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ എന്താ പറയുക, ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ ഞാൻ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ പറയാൻ പറ്റില്ല. നമ്മൾ പേരൻസിൻ്റെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ സേഫായി. എനിക്ക് അവരുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഒന്നും ഇങ്ങനെ ഭയങ്കര മെച്യൂരിറ്റി കാണിക്കുക അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ പപ്പായുടെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് തീരെ മെച്യൂരിറ്റി കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഭയങ്കര ഞാൻ അല്ലെങ്കിൽ മെച്യൂർഡാണെന്നല്ല പറയുന്നത്, ഞാൻ ഭയങ്കര ഇമ്മെച്യൂർഡായിട്ടാണ് പപ്പായുടെ അടുത്ത്. കാരണം എനിക്ക് ഞാൻ ചെയ്യുന്ന ഫുൾ മണ്ടത്തരമായിരിക്കും. അപ്പോൾ അവിടെ പപ്പ അത് തിരുത്തും, അല്ലെങ്കിൽ പപ്പ അതിന് വഴക്കുറയൊക്കെ ചെയ്യും. അത് ചെയ്യുന്ന മണ്ടത്തരാന്ന് ഓൾറെഡി എനിക്ക് അറിയുന്നുണ്ടാവും, എന്നാലും ഞാനത് ചെയ്യും. ഒരു രസം. കാരണം നമുക്ക് അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാണിച്ചാലും ഒരു പരിധി കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും. ദേഷ്യം വരാത്ത ഫ്രണ്ട്സും ഉണ്ടാവാം. ദേഷ്യം വരും. ഇനി അതുപോലെ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് തീരെ ഒന്നും എന്താ പറയുക, എത്രയൊക്കെ നമ്മൾ തല്ലി വഴക്ക് പറഞ്ഞ് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാലും നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നത്, നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നത് നമ്മുടെ പേരൻസിന് തന്നെയാണ്. അതിന് നമുക്കിപ്പം നമുക്ക് പറയാനില്ല ലവർ അങ്ങനെ സ്നേഹിക്കുള്ളൂ. പക്ഷേ അല്ല, അതൊന്നുമല്ല, നമ്മുടെ പേരൻസ് തന്നെയാണ്. കാരണം അവരൊക്കെയെല്ലാം ഒരു കുറച്ച് നേരമെങ്കിലും നമ്മളോട് പിണങ്ങിയിരിക്കുക, നമ്മളോട് കുറച്ച് ദേഷ്യം ഉണ്ടായിരിക്കും. ബട്ട് പേരൻസിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അവർ നമ്മളോട് അപ്പം ദേഷ്യപ്പെട്ടാലും അത് അവിടെ കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ പിന്നെ അതിങ്ങനെ മനസ്സിൽ വെച്ച് സംസാരിക്കുക ഒന്നും ചെയ്യില്ല പേരൻസ് ഒരിക്കലും. എൻ്റെ പേരൻസൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ പേരൻസ് എൻ്റെ ഫാമിലിയിൽ ആരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മൾ അവരോട് ഇങ്ങനെ വഴക്കുണ്ടാക്കും, കുറച്ചുകൂടി ഭാരം വെക്കും ഒക്കെ ചെയ്യുമെങ്കിലും നമുക്കൊരാവശ്യം വരുമ്പോഴത്തേക്കും ആദ്യം ഓടിയെത്തുന്നത് ചിലപ്പോൾ അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
എനിക്ക് എൻ്റെ അനിയത്തി ആട്ടോ അവൾ ചെറുതാണ്. ഇനി അതുകൂടാതെ എനിക്ക് കസിൻസ് അവർ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എല്ലാ കസിൻസിനെയും. ഓരോരുത്തരെ എടുത്ത് പറയാൻ പറ്റില്ല, ഓരോരുത്തരും ഓരോ രീതിയിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതിനകത്ത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് കസിൻസിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് ഒരു അനിയത്തിയുണ്ട്. അവളിപ്പം കോളേജ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവളെ പറ്റിയിട്ടൊക്കെ ഇനി വരുന്ന ഡ്രോയിങ്സിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും ഒരു ഡ്രോയിങ്സിൽ അവളെ നമുക്ക് സബ്ജക്റ്റാക്കി നമുക്ക് പറയാം. കാരണം അവളെപ്പറ്റി പറയാനായിട്ട് ഈ ഒരു വീഡിയോയിലൊന്നും തീരില്ല. എനിക്ക് ലോട്ട് ഓഫ് മെമ്മറീസ് വിത്ത് ഹെർ ആൻഡ് എന്താ പറയുക, ഐ ഹാവ് സം ഇമോഷണൽ ആൻഡ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് സംതിങ് കണക്റ്റഡ് വിത്ത് ഹെർ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. എന്താ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വീടെന്ന് പറയുമ്പം ഒരു സ്വർഗ്ഗ കവാടമാണ്, ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരിതാണ്. എൻ്റെ വീട് ഈ ഡ്രോയിങ്ങിൽ കാണിക്കുന്ന പോലത്തെ ഒരു വീടല്ല, ഇങ്ങനത്തെ ഭയങ്കര പച്ചപ്പും പ്രകൃതി രമണീയതയും ചെറിയ വഴിയും ഒക്കെ അല്ല. പണ്ടെൻ്റെ വീടിൻ്റെ സ്ഥലമൊക്കെ ഇങ്ങനെയായിരുന്നു, ബട്ട് ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുറച്ച് അവിടെ മരമൊക്കെ വെട്ടി കളഞ്ഞ് റോഡൊക്കെ അങ്ങനെയൊക്കെ. എന്നാലും ഞാൻ ഈ വീട് വരയ്ക്കുമ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്ത് എൻ്റെ ഫാമിലിനെയാണ് ഞാൻ ഒരുപാട് അവരെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് ഇടയ്ക്കൊക്കെ അവരുടെ അടുത്ത് പോകാനും പറ്റുമെങ്കിൽ പോലും എന്താ പറയുക, ഞാൻ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊരിക്കലും നേരിട്ട് അവരോട് പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ ഗൈസ്, നമ്മൾ മാക്സിമം സമയം ഫാമിലിക്ക് വേണ്ടി മാറ്റി വെക്കുക, അതൊരിക്കലും വേസ്റ്റ് അല്ല. വീണ്ടും പറയുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. ഇനി പുതിയ ചിത്രവും പുതിയ വർത്താനമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.